شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم إن حفظة القرآن مع الكرام البررة ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഇന്ന് ആശൂറാന്റെ രാത്രിയാണ്. ആശൂറാ എന്നാൽ അതിൽ ഒരുപാട് തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വളരെ പ്രധാനമായത് അല്ലാഹുവിന്റെ കലീമായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണ പുതുക്കുക. അതുവഴി സജ്ജനങ്ങളായ അംബിയാ, ഔലിയാ, ഉലമാ അവരെ സ്മരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് ലോകത്തിന് പഠിപ്പിക്കുക. അതാണ് ആശൂറാ. മുഹറം മാസത്തിന്റെ 10-ാമത്തെ ദിവസം ഒരാൾ നോമ്പ് പിടിച്ചാൽ ഒരു കൊല്ലത്തെ നോമ്പ് പിടിച്ച പ്രതിഫലമുണ്ട്. ആ ദിവസം പ്രത്യേകമായി ഫക്കീറന്മാർക്കും സാധുക്കൾക്കും ധർമ്മം ചെയ്താൽ ആ കൊല്ലം മുഴുവനും ഈ ചെയ്യുന്നവന് ഐശ്വര്യമുണ്ടാകും. മുഹറം ദിവസത്തിൽ കുടുംബങ്ങളെ കാണുകയും സമാശ്വസിപ്പിക്കുകയും ബന്ധം പുലർത്തുകയും ചെയ്താൽ ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകും. അതിനു പുറമെ ആഖിറത്തിൽ വലിയ നേട്ടവും ഉണ്ടാകും. എന്നിങ്ങനെ മുഹറം മാസത്തിന്റെ 10-ാമത്തെ ദിവസത്തിനും അതിന്റെ രാത്രിക്കും വലിയ പ്രാധാന്യം നൽകി. ആ 10-ാമത്തെ രാവിലാണ് ഇന്ന് നാം അശ്അരിയയുടെ സമ്മേളനം നടക്കുന്നത്. ഈ സമയത്ത്
നാം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. ഞാൻ ഇപ്പോൾ ആസാമിൽ 3 ദിവസത്തെ പര്യടനം നടത്തി വരികയാണ്. അള്ളാഹുവിനല്ലാതെ ആ പര്യടനത്തിന്റെ ബുദ്ധിമുട്ട് അറിയൂല. അത്രയും അധികം ബുദ്ധിമുട്ട് ഉള്ള ഒരു യാത്ര. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ മുഴുവനും തീർന്നു പോകുന്നത് അവിടെയുള്ള ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജനങ്ങൾ, താമസിക്കാൻ വീടില്ലാത്ത പാവങ്ങൾ, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾ, അവർക്ക് പരിശുദ്ധ ദീനിനോടുള്ള സ്നേഹവും ആഹ്ലാദവും ബഹുമാനവും കാണുമ്പോൾ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അതിൽ ലയിച്ചു പോവുകയാണ്. അത്രയും അധികം സുന്നത്ത് ജമാഅത്തിന്റെ സ്പിരിറ്റുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത്. ആട്ടിയോടിക്കപ്പെട്ട 2 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് നമ്മുടെ SYSന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ രാജ്യത്ത് മുഴുവനും പ്രവർത്തിക്കുന്ന ICFന്റെ ആഭിമുഖ്യത്തിൽ 1000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും അതിന്റെ തറക്കൽ ഇടൽ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. അവിടുത്തെ ഗോഹട്ടിയിലെ മന്ത്രിയും ജില്ലാ കലക്ടറും മറ്റ് ബന്ധപ്പെട്ട ആളുകളുമൊക്കെ അതിൽ പങ്കെടുത്തു. സുബ്ഹാനല്ലാഹ്, പറയാൻ കഴിയില്ല അവരുടെ വീട് എങ്ങനെയാണ് അവിടുത്തെ വീട്. ഈ കാണുന്ന ഷീറ്റ് പോലത്തെ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഏറ്റവും വലിയ മുതലാളിയാണ് വീടിന്റെ മുകളിൽ. അതിന്റെ താഴെക്കടയിലുള്ളവരൊക്കെ ചാക്ക് പോലത്തെ ഒരു തരം ഷീറ്റുണ്ടല്ലോ, ആ ഷീറ്റുകളിട്ട് അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി നല്ല ചൂടിന്റെ 2 തലക്കല് കല്ല് കെട്ടിയിട്ട് മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് അതിന്റെ മുകളിൽ അതിന്റെ ചുവട്ടിൽ ജീവിക്കുന്നവരാണ് മിക്ക പാവപ്പെട്ട ജനങ്ങൾ. അങ്ങനെ ലോകത്ത് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉള്ള ജനങ്ങളെ കണ്ടുപിടിക്കുകയും അവർക്ക് സഹായം നൽകുകയും ചെയ്തത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയായിരുന്നുവല്ലോ. ആ കാര്യത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. നാം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അവരെ അപേക്ഷിച്ച് നമ്മളൊക്കെ എത്ര വലിയ പണക്കാരും മുതലാളിമാരുമാണ്. താമസിക്കാൻ വീടില്ലാത്തവർ ഈ നാട്ടിലൊക്കെ വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ 1000-ൽ 100 പേർക്ക് വീടുണ്ട്, ബാക്കിയുള്ളവർക്ക് വീടില്ല എങ്കിൽ ഇവിടെ 1000-ൽ 1 പേർക്ക് മാത്രമായിരിക്കും വീടില്ലാത്തത്. അത്രയും കഷ്ടപ്പെട്ട ജനങ്ങൾ അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷ, കഠിനമായ ശിക്ഷ ലോകത്ത് പല സ്ഥലത്തും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ സുനാമി ഉണ്ടാകുന്നു, മറ്റൊരിക്കൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. ഇപ്പൊ 6 മാസം 8 മാസമായിട്ടല്ലേ ഉള്ളൂ. ഒരു സ്ഥലത്ത് ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം വന്ന് ഒന്നായിട്ട് ഒലിച്ച് മരിച്ചുപോയി. ഇപ്പോൾ ഫിലിപ്പൈൻസ് ചെറിയ രാജ്യമാണ്, പക്ഷേ 10,000-കണക്കിന് ആളുകൾ
കൊടുങ്കാറ്റിൽ മരിച്ചുപോയി. നാം ഇതെല്ലാം കേൾക്കുമ്പോൾ ചിരിച്ചാൽ പോരാ, നാം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ആ കൊടുങ്കാറ്റ് ഇങ്ങോട്ടേക്കാനും പ്രയാസമില്ല, ആ വെള്ളം എവിടത്തേക്കയക്കാനും പ്രയാസമില്ല. സർവശക്തനായ അല്ലാഹുവിന്റെ കാവൽ അത് മാത്രമാണ് നമുക്കിവിടെയുള്ളത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ഒരേ ഒരു വ്യക്തി 950 കൊല്ലം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം തൗഹീദിലേക്ക് വന്നു, ബാക്കിയുള്ളവരൊന്നും വന്നില്ല. അങ്ങനെ റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, പടച്ചവനെ 950 കൊല്ലം ഞാൻ ഇവരോട് ഉപദേശിച്ചിട്ടും സ്വീകരിക്കാതെ ശത്രുത കാണിക്കുന്ന ഈ കുട്ടികളെ, ഈ ജനങ്ങളെ ഇനി ഇവിടെ വെക്കണ്ട എന്നൊരു ദുആ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു, അനിസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹ്യിനാ, ഓ നൂഹ് നബിയെ നിങ്ങൾ കപ്പൽ നിർമ്മിക്കുക, എന്റെ മേൽനോട്ടത്തിൽ, എന്റെ നിർദ്ദേശപ്രകാരം, അല്ലാഹുവിന്റെ മേൽനോട്ടത്തിൽ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു. നിർമ്മിച്ചു. അങ്ങനെ തന്നെ കൊണ്ട് വിശ്വസിച്ച മുഴുവൻ ആളുകളെയും ആ കപ്പലിൽ കയറ്റി. ആ സമയത്ത് തന്റെ സ്വന്തം മകനായ ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം തൗഹീദിലേക്ക് വരാതെ നൂഹ് നബിക്ക് എതിരായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തോടും മനുഷ്യ സഹജമായി മകനാണ് എന്ന നിലക്കുള്ള കൃപ കൊണ്ട് പറഞ്ഞു, യാ ബുനയ്യർകം മഅനാ, ഓ മകനെ നീ ഞങ്ങളെ കൂടെ കയറണം, ഞങ്ങളെ കൂടെ കപ്പലിലേക്ക് കയറണം, അല്ലെങ്കിൽ ഇവിടെ നാശമുണ്ടാവാൻ പോവുകയാണ്, വെള്ളപ്പൊക്കം വന്ന് മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞെങ്കിലും ആ മനുഷ്യൻ മകനത് സ്വീകരിച്ചില്ല. ഖാല സആവി ഇലാ ജബലി യഅ്സിമുനി, മകൻ പറയുന്നു, എന്ത് വാപ്പാ നിങ്ങൾ പറയുന്നത്? ഏറ്റവും വലിയ ഉയരമുള്ള മലയുണ്ടല്ലോ, ആ മലന്റെ മുകളിലൊന്നും വെള്ളം വരികയില്ല, അതുകൊണ്ട് വെള്ളം വന്നാൽ ഞാൻ ആ മലന്റെ മുകളിൽ ഓടിക്കയറിപ്പോകും, നിങ്ങളെ കപ്പലിലേക്ക് പറഞ്ഞ ആ മകനടക്കം അതാ വഫാറത്തന്നൂറു, മനുഷ്യൻ കത്തിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പ് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അടുപ്പിൽ നിന്ന് പോലും വെള്ളം വരികയും ലോകമൊട്ടാകെ മുങ്ങി, മകൻ പറഞ്ഞ മലയും എല്ലാ കുന്നും വെള്ളത്തിൽ മുങ്ങി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിൽ കയറിയവരല്ലാത്ത എല്ലാ ജനങ്ങളും ഹലാക്കായി പോയി, നശിച്ചുപോയി. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അള്ളാഹുവിന്റെ ഖുദ്റത്ത് അതിന്റെ എല്ലാം അപ്പുറമാണ്. അള്ളാഹു തആലയാണ് നമ്മളെ കാത്തു രക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ കാവലുണ്ടായത് കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഇത് നാം എപ്പോഴും ഓർത്തുകൊണ്ട് ജീവിക്കണം. ഇന്ന് നമ്മൾ ജാമിയ അഷ്അരിയയുടെ സമ്മേളനത്തിലാണ്. ഇവിടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ പഠിച്ച കുട്ടികൾക്ക് ഹിഫ്ദ് കൊടുത്തു, സനദ് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് ചില സ്ഥാപനങ്ങളിലൊക്കെ ഉപരിപഠനം നടത്തുന്നതിന്റെ മുമ്പ് തന്നെ ചെറിയ ക്ലാസുകളിൽ ഉള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവരെ വിട്ടാ പിന്നെ അവരെവിടെയും പോവില്ല. അവരെ വിചാരം നമുക്ക് കോട്ടും കിട്ടി, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി, എല്ലാം പഠനം പൂർത്തിയായി. അതുകൊണ്ടാണ് ഞാനിവിടെ ജബ്ബാർ സഖാഫിയോടും അനിതാരിനിയോടും പറഞ്ഞത്, ഇവിടെ അങ്ങനെ കൊടുക്കാൻ പറ്റൂല. ഇവിടെ കൊടുക്കുന്നത് ഇവിടെ പഠിക്കുന്ന പഠനം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മർക്കസിലേക്ക് വന്ന് അവിടെ ഉയർന്ന മുത്തവ്വൽ ക്ലാസ്സിൽ ചേർന്ന് അല്ലെങ്കിൽ അവിടുത്തെ കുല്യകളിൽ ചേർന്ന് പഠിക്കുകയും അത് ശരത് വാങ്ങുകയും ചെയ്തവർക്ക്
അല്ലെങ്കിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നേരത്തെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് ഇവിടെ പഠിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയാൻ കാരണം അതാണ്. അല്ലെങ്കിൽ വലിയ ആളായിപ്പോയി എന്ന് മനസ്സിലാക്കിയിട്ട് കോട്ടും തലയെക്കെട്ട് കിട്ടിയാൽ പിന്നെ ഇനി എന്താ വേണ്ടത് എന്ന് തോന്നിപ്പോവും. അത് തോന്നാതിരിക്കാൻ വേണ്ടി ഇവിടെ അങ്ങനെയാ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ പഠിച്ചു തീർന്ന ഉടനെ സർട്ടിഫിക്കറ്റ് കൊടുക്കൂല. ഇവിടെ പഠിച്ചാൽ അതിന്റെ മേൽപോട്ടുള്ള ഉപരിപഠനമുണ്ട്. അത് ഈ സ്ഥാപനത്തിന്റെ ഉപരിപഠനം മർക്കസു സഖാഫത്തി സുന്നിയയിലാണ്. ആ സ്ഥാപനത്തിന്റെ ഒരു ഫർആണ് ഈ സ്ഥാപനം. അതുകൊണ്ട് തന്നെ അവിടെ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. എന്തിനാ? പഠിച്ച സ്ഥാപനത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു സനത് അത് കയ്യിലുണ്ടാകുന്നത് കുട്ടികൾക്ക് നല്ലതാണ്. ആ നിലക്ക് ബർക്കത്തിന് വേണ്ടി അവർക്ക് നൽകി. ഹിഫ്ളുൽ ഖുർആനിൽ പഠിച്ച കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോ വലിയ കൂട്ടരായി ഇനി നാളെ തന്നെ കടന്നുറങ്ങിയാൽ ഖുർആൻ പോണ വഴിക്ക് പോകും. അവ്വലു ഇൽമിൻ യുൻസ, ആദ്യമായി മറന്നു പോണ ഇൽമു ഖുർആനാണ്. ചില ഇൽമു പഠിച്ചാൽ മറന്നു പോകും, ചിലത് പഠിച്ചാൽ മറന്നു പോകില്ല. നീന്തം പഠിച്ചാൽ പിന്നെ മറക്കൂല. വെള്ളത്തിൽ നീന്താൻ പഠിച്ചാല് പിന്നെ അത് മറക്കൂല. സൈക്കിൾ ചവിട്ടാൻ പഠിച്ചാലും മറക്കൂല എന്ന് പറയുന്നതൊക്കെ എനിക്കറിയില്ല. അപ്പോ വെള്ളത്തിൽ നീന്താൻ പഠിച്ചാൽ ഏതായാലും മറക്കൂല. എന്നാൽ ഖുർആനിന് നേരെ മാറ്റമാണ്. ഖുർആൻ ഹിഫ്ളാക്കിയാൽ കൂട്ടനെ മറന്നുപോകും. അതുകൊണ്ട് ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് എല്ലാ ദിവസവും ഓതിക്കൊണ്ടിരിക്കണം. അല്ലാത്ത പക്ഷം ഖുർആൻ മറന്നുപോകും. അങ്ങനെ ഖുർആൻ മറന്നുപോയാൽ അവൻ പഠിച്ച ഖുർആൻ മറന്നതിന്റെ പേരിൽ വലിയ കുറ്റക്കാരൻ തന്നെ ആയിപ്പോകുമെന്ന് ഈ കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് കേൾക്കണോ? കേരളത്തില് കുറച്ച് ചൂടുവെള്ളം കേരളത്തിൽ എന്റെ ചെറുപ്പകാലത്ത് ഒരൊറ്റ ഹാഫിളാണുള്ളത്. കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള പുഴവക്കത്തെ പള്ളി എന്ന് പറയും. ആ പള്ളിയിലെ ഇമാം ഖത്തീബ് ഹാഫിളാണ്. എന്നിട്ട് എല്ലാവരും അത്ഭുതത്തോടുകൂടി ഞമ്മക്കിന്ന് ഹാഫിദിന്റെ കൂടെ തറാവീഹ് നിസ്കരിക്കാൻ പോകണം, ഹാഫിദിന്റെ ഖുതുബ കേൾക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന കാലഘട്ടമായിരുന്നു അന്ന്. അതിനുശേഷം പിന്നെ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്ന ബാഫഖി തങ്ങൾ, അദ്ദേഹത്തിന്റെ 2 മക്കളെ പരിശുദ്ധ മക്കയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഖുർആൻ മനഃപ്പാഠമാക്കി കൊണ്ടുവന്നു. നമ്മുടെ കേരളത്തിൽ അതിന് സംവിധാനമില്ല. പിന്നെ അത് ആരംഭിച്ചത് വിശാലമായി ആരംഭിച്ചത് മർക്കസിൽ ആണ്. അതിനിടക്ക് കോഴിക്കോട്ട് ഇവിടെ ഒരു 5 മുൻകാര് 4 കുട്ടികളെയും വെച്ചൊന്നും തുടങ്ങിയിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. മർക്കസിൽ ആണ് ഹിഫ്ളുൽ ഖുർആൻ ആദ്യമായി ഈ വിശാലമായ നിലക്ക് നമ്മൾ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്, ഇന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് 100 കണക്കിന് ഹാഫിദുകൾ പഠിച്ചു പുറത്തിറങ്ങി. അവരെ കൊണ്ട് വേറെ 100 കണക്കിന് പഠിച്ച് പുറത്തിറങ്ങി. അവരെ കൊണ്ട് വേറെ പുറത്തിറങ്ങി. അങ്ങനെ 1000 കണക്കിന് ഹാഫിദുകൾ അൽഹംദുലില്ലാഹ് ഇന്ന് റമളാൻ മാസത്തിൽ തറാവീഹ് നിസ്കാരം 30 ദിവസവും ഓതിക്കൊണ്ട് നിസ്കരിക്കുന്ന എത്രയോ ഇമാമുകൾ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഉണ്ട്. സൗദി അറേബ്യയിൽ വരെ നമ്മുടെ ഹാഫിദീങ്ങൾ ഇമാമായി നിസ്കരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ഹിഫ്ള് അതിവിടെ നിലനിർത്തുക എന്നത് ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആൻ നമ്മളാണ് ഇറക്കിയത്. ആ ഇറക്കിയത് തീർച്ചയായും നമ്മൾ തന്നെ സംരക്ഷിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അല്ലാഹു തആല ഇറക്കിയ ഖുർആനാണ്. ഈ ഖുർആൻ മാറ്റിമറിക്കാൻ കഴിയൂല. നിങ്ങൾ അറിയുമോ,
സൈറ്റിൽ നിന്ന് ഇപ്പോഴും നിങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ സൈറ്റിൽ നിന്ന് ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോ 10 വർഷമായി ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തകർ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം അവർ ഇറക്കിയിട്ടുണ്ട്. അവരെ സൈറ്റിൽ അടിച്ചു നോക്കിയാൽ അത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. എത്ര കൊല്ലമായി അവർ 30 കൊല്ലമായി പരിശ്രമിച്ച് എന്നിട്ട് ഖുർആനോട് എതിർക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഖുർആൻ എന്ന പേരിൽ ക്രിസ്ത്യാനികൾ ഇറക്കിയിട്ടുണ്ട്. അതില് സൂറത്ത് ഫാത്തിഹ എന്ന പേരിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ബഖറ എന്ന പേരിൽ സൂറത്തുണ്ട്, സൂറത്ത് മുഹമ്മദുണ്ട്. ഇങ്ങനെ കുറെ സൂറത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ആദ്യമായി തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിന് പകരം ഈ ക്രിസ്ത്യാനികളുടെ ഖുർആൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ അവർ കൊടുത്തത് ബിസ്മിൽ അബിർ റഊഫിർ റഹീം. എന്ത് ഭക്ഷണം! മനുഷ്യന്മാരുടെ ഇടയിൽ ഇത്രയും ഭക്ഷണത്തരം ഇനി വേറെയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് പകരം ബിസ്മിൽ അബിർ റഊഫിർ റഹീം, ദയാലുവായ ഫാദറിന്റെ നാമത്തിൽ, ഇതാണ് അവർ കൊടുത്തത്. ഞാൻ അത് വായിച്ച കണ്ട ഉടനെ ഇന്റർനെറ്റിലൂടെ തന്നെ അവരെ വെല്ലുവിളിച്ചു. പരിശുദ്ധ ഖുർആനിലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനോട് കടപിടിച്ചതാണ് നിങ്ങളെ ഈ ബിസ്മി എന്ന് പറയാൻ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ രംഗത്ത് വരൂ, എന്റെ വെല്ലുവിളി സ്വീകരിക്കൂ എന്ന്. ഇന്നുവരെ 10 കൊല്ലമായി വെല്ലുവിളി സ്വീകരിച്ചിട്ടില്ല. കാരണം ബിസ്മില്ലാഹി എന്നുള്ളത്, ബിസ്മി എന്നത് അത് നമ്മളോട് കട്ടതാ, അത് അവരെ വക കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അർ റഊഫി അർ റഹീം എന്നതും ഖുർആനിൽ നിന്ന് കട്ടതാണ്. പിന്നെ അവരെ വക എന്താ കൂട്ടിയത്? അവരെ വക എന്ത് കൂട്ടി? ബിസ്മില്ലാഹി എന്ന അല്ലാഹു എന്ന ജലാലത്തിന് പകരം അൽ അബി, ഫാദർ എന്നർത്ഥം വരുന്ന പദം വെച്ചു കൊടുത്തു. ഇതെങ്ങനെ തുല്യമാകും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആദ്യമില്ലാത്തവനും അന്ത്യമില്ലാത്തവനുമാണ്. അവനെന്നും ജീവിക്കുന്നവനാണ്. അഖില ലോകത്തെ സൃഷ്ടിച്ചവനാണ്, നശിക്കാത്തവനാണ്. എല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്നവരാണ്. ഇവര് പറഞ്ഞ ഫാദറോ മരണപ്പെട്ടു പോയി, കുഴിച്ചിട്ട് മണ്ണായിപ്പോയി. ഈ ഫാദറിനെ അല്ലാഹുവിന്റെ സ്ഥാനത്ത് വെച്ചാൽ മതിയാകുമോ? അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെ വെല്ലുവിളിക്കാൻ, അതിനോട് തുല്യമായ ഒരു ചെറിയ സൂറത്ത് പോലും കൊണ്ടുവരാൻ നാളിതുവരെ ആർക്കും സാധിച്ചിട്ടില്ല, ഇനിയും സാധിക്കുകയും ഇല്ല. വളരെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, ഖുർആൻ ഇവിടെ നിലനിൽക്കും. ഖുർആനെ അല്ലാഹു തആല സംരക്ഷിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഖുർആനിന്റെ ലഫ്ളും ഖുർആനിന്റെ ഹർഫും ഖുർആനിന്റെ തജ്വീദും ഖുർആനിന്റെ തഹ്സീനും ഇതെല്ലാം നിലനിൽക്കുമെന്ന് മാത്രമല്ല. ഖുർആൻ എന്തൊരു തജ്വീദ് വേണം! ഖുർആൻ പഠിക്കാൻ ഒരുപാട് പ്രയാസമുണ്ട്. ഖുർആൻ ഇഫ്ളാക്കിയാൽ മാത്രം പോരാ. ഖുർആനിൽ ഹർഫുകൾ, മഖാരിജുൽ ഹുറൂഫി, ബാക്കി അങ്ങോട്ട് 17 على الذي يختاره ما يختبر فآلف الجوف وأخطاها وهي حروف مد للهواء تنتهي. ഇങ്ങനെ ഹർഫിന്റെ മഖ്റജ് 17 മഖ്റജ്. ആ മഖ്റജിൽ നിന്ന് ഖുർആൻ ഓതാൻ പഠിക്കണം. അതിൽ ഏറ്റവും കടുപ്പമുള്ള മഖ്റജാണ് ളാദ്. ളാദ് മൊഴിയാൻ വലിയ പ്രയാസമാണ്.
എന്ന് ഓതണം. അവിടെ വലല്ലാലീൻ എന്ന് ഓതിയാൽ അത് ലാദ് ആകൂല, അത് ലാ ആയി പോകും. അപ്പൊ ഫാത്തിഹ ബാത്തിലായി പോവും, നിസ്കാരം ബാത്തിലായി പോവും. അതുകൊണ്ട് വലത്തെ അണപ്പല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഇടത്തെ അണപ്പല്ലിൽ നിന്ന് പ്രത്യേകമായി പുറപ്പെടുന്ന ഒരക്ഷരം അങ്ങനെ തന്നെ ഓതണം. അത് ഓതി പഠിക്കണം. കുട്ടികൾ നല്ലോണം പഠിക്കണം. അത് പഠിക്കാതിരുന്നാൽ നമ്മൾ നിൽക്കാരൊക്കെ ബാത്തിലായി പോകും. ഒരു ഹർഫ് അതിന്റെ മഖ്റജ് എന്ന് വരാൻ ഞാൻ പിന്നെ ഇപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുമ്പോ പഴം എന്ന് പറയുന്ന സ്ഥലത്ത് പയം എന്ന് പറഞ്ഞാലോ ഈ കേട്ടിരിക്കുന്ന മുഴുവൻ ആള് മനസ്സിലാക്കും ഈ മുസ്ലിയാർ ഏത് ലോകത്താ. ഒരു അല്ലേ പഴം എന്ന് പറയുന്നിടത്ത് പയം ഒരു പയം കൊണ്ടാന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നെ വിഡ്ഢിയാക്കാൻ അല്ലേ. ഒരു സംസ്കാരമില്ല, ഭാഷ അറിയില്ല എന്ന് പറയാൻ അത് മതിയല്ലോ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ കോപ്പി എഴുതിക്കും മാഷന്മാര്. മലയാളത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കടുപ്പുള്ള അക്ഷരമാണ് ഴ എന്ന് പറയുന്നത്. അറബിയിൽ വാതുള്ളത് പോലെ മലയാളത്തിൽ ഴ എന്ന് പറയാൻ ഇപ്പൊ തമിഴ്നാട്ടുകാർക്കൊന്നും കഴിയില്ല. പളം എന്നല്ലാതെ പഴം എന്ന് പറയാൻ അവർക്കൊണ്ട് കഴിയില്ല. ഈ ഴ എന്ന് പറയുന്ന മൊഴിയാൻ അതുകൊണ്ട് മാഷന്മാര് നമ്മളെ കൊണ്ട് കോപ്പി എഴുതിക്കുമായിരുന്നു. ഞാൻ പഴം കഴിക്കുമ്പോൾ ഒരു പഴം കുഴിയിൽ വീണു. എത്ര വട്ടായി അപ്പൊ അങ്ങനെ ഴ എന്ന് പറയുന്ന ഈ അക്ഷരം മലയാളത്തിൽ കടുപ്പമുണ്ട്. അത് ആ അക്ഷരം തന്നെ മൊഴിയണം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മളെന്തിനാ ഈ മദ്രസ പഠിപ്പിക്കുന്നത്? എന്തിനാ ഖുർആൻ പഠിപ്പിക്കുന്നത്? തഫ്സീറുൽ ഖുർആൻ എന്തിനാണ്? ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ കാര്യം. ഇവിടെ ഞാൻ ചായപ്പൊടി ഉണ്ടോ? ഇതെന്താ സാധനമൊക്കെ ഉള്ളത്? ഇങ്ങോട്ട് വാ. എന്താണത്? ചായ ഇങ്ങോട്ട് വാ. ഉണ്ടോ? ഇവിടെ അവിടെ വെക്ക്. ഒരു പീടികക്കാരിയിട്ട് ഒരു ഗ്ലാസ് ചായ വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇപ്പൊ കൊണ്ടത്തരാന്ന് പറയും. വേറൊരുത്തം കഴിയിട്ട് എനിക്ക് ഒരു ചായ വേണമെന്ന് പറഞ്ഞാലോ പടച്ചോനെ ഇവനെന്തോ ചെറിയ ബുദ്ധിക്ക് തകരാറുണ്ട്, ഇപ്പൊ നോക്കിക്കോളി ക്ലാസ്സൊക്കെ ഉടക്കും, ഭ്രാന്തനാണെന്ന് തീരുമാനിച്ചു പോയി. എന്താ പാട് ചെയ്തത്? ചായ എന്ന് പറയേണ്ട സ്ഥലത്ത് ഏഴാൽ പിന്നെ കതറങ്ങോട്ട് നീട്ടി. അപ്പോൾ ഒരു മനുഷ്യന് ബുദ്ധിയില്ല എന്ന് തീരുമാനിക്കാൻ വരെ ഈ അക്ഷരത്തിന്റെ ശബ്ദം കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമായ ഖുർആൻ അതിന് നിയമങ്ങളുണ്ട്, അതിന് വകുപ്പുകളുണ്ട്, അതിന് വളരെയധികം പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കുന്നവന് അള്ളാഹു ഒരുപാട് പ്രതിഫലം വച്ചിട്ടുണ്ട്. ഒരു ഹർഫ് ഓതുന്നവന് 10 ഗുണം, ഏറ്റവും ചുരുങ്ങിയത് 10 ഗുണം. ഒളു ഇല്ലാണ്ട് ഓതിയാൽ, ഒളു എടുത്ത് ഓതിയാൽ അതിന്റെ ഇരട്ടിയായി. മുസ്ഹഫിൽ നോക്കി ഓതിയാൽ അതിന്റെയും ഇരട്ടിയായി. അങ്ങനെ നിസ്കാരത്തിൽ ഓതിയാൽ 700 പ്രതിഫലം ഒരു ഹർഫിന് അല്ലാഹു കൊടുക്കുന്നു. അത്രയും വലിയ പുണ്യമായതാണ് ഖുർആൻ കേട്ടോ. അതുകൊണ്ട് സാന്ദർഭികമായി എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ ഖുർആൻ ശരിക്ക് പഠിക്കുകയും ഖുർആൻ പാരായണം നടത്തുകയും ചെയ്യണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടില്ലേ? വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദാ ഇൻശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സതിഉ. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു. കണ്ടോ,
ഖുർആൻ ഇറക്കപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ഖുർആൻ ഓതുകയാണ്. രാവിലെ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് രാത്രി സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഖുർആൻ ഓതുന്നു. സുബ്ഹി നിസ്കരിച്ചാലും ഖുർആൻ ഓതുന്നു. അങ്ങനെ എത്രയോ അധികം ഖുർആൻ ഓതുന്നു. ആരാണ് ഖുർആൻ ഓതുന്നത്? ഒരൊറ്റ ഹർഫ് പോലും ഓതാതെ പഠിച്ചിട്ടുള്ള നബിയാണ്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ച് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ അപ്പോഴേക്കും അത് ഹൃദിതമായി പോയി. അങ്ങനത്തെ റസൂലുള്ള ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ തഹ്ഫീദുൽ ഖുർആൻ ആ സ്ഥാപനം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെല്ലാവരും ശരിക്ക് മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത് ഞാൻ ചുരുക്കി പറയട്ടെ, ഖുർആനെ അല്ലാഹു തആല സംരക്ഷിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഓതാനും അതിന്റെ അക്ഷരവും തജ്വീദും മാത്രം പോരാ, അതിന്റെ നിയമങ്ങളും ഇവിടെ സംരക്ഷിക്കും. അതാണ് അശ്അരിയ. എന്താണ് ഈ സ്ഥാപനത്തിന്റെ അശ്അരിയ എന്ന പേരിന്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ? ഇമാമു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അൽ ഇമാമുൽ അശ്അരി റളിയല്ലാഹു അൻഹു. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമായ അബുൽ ഹസൻ അൽ അശ്അരി തങ്ങളെക്കൊള്ള ചേർത്തിട്ടാണ് അശ്അരിയ എന്ന് പേര് വെച്ചത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമായത് എങ്ങനെ അബുൽ ഹസൻ അൽ അശ്അരി? അത് മറ്റൊന്നുമല്ല, സഹാബികളും താബിഉകളും 4 മദ്ഹബിന്റെ ഇമാമുകളും ഇവിടെ പഠിപ്പിച്ച ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ശ്രദ്ധിച്ചു കേൾക്കണേ. അവരിവിടെ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, ആ വിശ്വാസത്തിൽ കലർപ്പ് കൊണ്ടുവന്ന് തെറ്റായ വിശ്വാസങ്ങളെ കൂട്ടിക്കലർത്തി സാധു ജനങ്ങൾക്ക് ഒന്നും തിരിയാതാക്കി തീർത്ത്. ഇപ്പൊ ഇവിടെ നമ്മളെ നാട്ടിലുണ്ടല്ലോ പുത്തൻ പ്രസ്ഥാനക്കാര്, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഇങ്ങനെ എത്രയോ പേരില് പുതിയ പുതിയ കക്ഷികളുണ്ട്. ഇവരൊക്കെ ഖുർആൻ ഓതും, ഇവരൊക്കെ ഹദീസ് ഓതും. അപ്പൊ സാധാരണക്കാരൻ നട്ടം തിരിയും. പഠിച്ചോനെ, അവരും ആയത്തോന്ന്, ഇവരും ആയത്തോന്ന്, മറ്റവരും ആയത്തോന്ന്, ഞങ്ങൾക്കാണെങ്കിൽ ആയത്തിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരൻ നട്ടം തിരിയും. സാധാരണക്കാരനിപ്പോ ഇവരെയൊന്നും പഠിക്കാൻ അറിയൂലല്ലോ, അല്ലെങ്കിൽ പഠിച്ചാൽ ആ തോന്നലുണ്ടാവൂല. ഇപ്പൊ മുജാഹിദിന് ഒരു ബുക്കുണ്ട്, ഹാജി അബൂ ജഹൽ. ഹാജി അബൂ ജഹൽ എന്ന് പറഞ്ഞിട്ട് മുജാഹിദിന്റെ ISM കൊണ്ടോട്ടി ശാഖ അച്ചടിച്ചിറക്കിയ ഒരു പ്രസിദ്ധീകരണമാണ്. ഹാജി അബൂ ജഹൽ എന്നാണ് അതിന്റെ പേര്. എന്നിട്ട് പറയുന്നു, അബൂ ജഹൽ എന്ന് നിങ്ങളൊക്കെ കേൾക്കുമ്പോ ലഅനത്ത് ചെയ്യുന്ന അയാൾ ഹാജിയായിരുന്നു, അയാള് നിസ്കരിച്ചിരുന്നു, ഹജ്ജ് ചെയ്തിരുന്നു, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തിരുന്നു. പക്ഷേ തുടങ്ങിയ ചില ഔലിയാക്കന്മാരെ അതിര് കവിഞ്ഞ് ബഹുമാനിച്ചു പോയത് കൊണ്ടാണ് അയാൾ പിഴച്ചു പോയത്. നഊദു ബില്ലാഹ്. ലോകത്ത് ഏതൊരു മുസ്ലിം കുട്ടി കേട്ടാലും അബൂ ജഹൽ എന്ന് പറയുമ്പോഴേക്ക് ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒന്നാമത്തെ ശത്രുവാണ് അബൂ ജഹൽ. ലിക്കുല്ലി നബിയ്യിൻ ഫിർഔൻ. എല്ലാ നബിമാർക്കും ഓരോ ഫിർഔനുമാരുണ്ടാവും. ആ ഫിർഔനുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫിർഔനായി അല്ലാഹുവിന്റെ ഹബീബിന്റെ ഫിർഔന് ആരാണ്? ലഅനത്താക്കപ്പെട്ട അബൂ ജഹൽ. ആ അബൂ ജഹലിനെ ഹാജിയാണ്, മുസല്ലിയാണ്, സായിമാണ്, അവനെല്ലാം നല്ലവൻ തന്നെയാണ്.
ഔലിയാക്കന്മാരെ അതിര് കവിഞ്ഞിട്ട് ബഹുമാനിച്ചു പോയത് കൊണ്ടാണ് എന്ന് പറയുന്ന പുസ്തകം മുജാഹിദുകൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് കണ്ടവർക്ക് ഇവരായത്തോന്നുണ്ടല്ലോ എന്നുള്ള സംശയമൊന്നും ഉണ്ടാവില്ല. അത് കാണാത്ത ജനങ്ങൾക്ക് ഇവരായത്തോന്നുമ്പോ ഒരു ആയത്തല്ലേ ഒന്നത്, ഖുർആനല്ലേ ഒന്നത് തോന്നുന്നു. അങ്ങനെ ഓരോ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിൽ എടുത്തു നോക്കിയാൽ जाहिलियत खालिसा के बाद दूसरी किस्म की जाहिलियत, उसमें इंसान कदीम जमाने से आज तक मुब्तला होता रहा है. एक तरफ पूजा पाठ की जगह फातिहा, जियारत, उरूस, सन्दल, चिड़ावे, निशान, अलम, തഹസിയ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു. ഇവിടെ അബൂജഹലും ഉത്ബത്തും ശൈബത്തുമൊക്കെ പൂജാപ്പാട്ട് നടത്തിയതിന് പകരം ഇവിടെ സുന്നികളെന്ന് പറയുന്ന ഒരു കൂട്ടർ മരിച്ചവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നു, മരിച്ചവരെ സിയാറത്ത് ചെയ്യുന്നു, അവരെ സ്മരിക്കുന്നു. ഈ കൂട്ടരും അബൂജഹലും തമ്മിൽ വ്യത്യാസമില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബുൽ അല മൗദൂദിയുടെ തജ്ദീദ് വ ഇഹ്യാഉ ദീൻ എന്ന പുസ്തകത്തിന്റെ 11ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കഥ അറിയാത്തവർ മനസ്സിലാക്കും നല്ല കൂട്ടരല്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ ഗൾഫ് രാജ്യത്തൊക്കെ അറിയപ്പെട്ടു പോയി. പണ്ട് മർക്കസ് സഖാഫത്തി സുന്നിയാന്ന് പേര് വെച്ചപ്പോ ചിലർക്ക് സംശയം ഉണ്ടായി. ഈ സുന്നി എന്ന് പേര് വെച്ചാൽ എല്ലായിടത്തും പറയാൻ പറ്റുമോ, ചെലവാവോ, നമ്മളിങ്ങനെ മൂടിവെക്കേണ്ടി വരുമോ എന്നൊക്കെ പറയാനും എന്നോട്. ഇപ്പൊ അതാ പടച്ചോനെ സുന്നി അല്ല എന്ന് പറഞ്ഞാൽ നടന്നുകൂടാ ഗൾഫ് രാജ്യത്ത്. സുന്നിക്ക് എവിടെയും നടക്കാം. സുന്നത്ത് ജമാഅത്ത് അല്ലാത്തവരൊക്കെ ടെററിസ്റ്റുകളാണ് എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിൽ നടക്കുന്ന യുദ്ധം എന്താണ്? സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിലുള്ള യുദ്ധം. സുന്നികൾ അല്ലാത്ത ഈ ബ്രദർഹുഡ് എന്ന് പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇസ്ലാമിസ്റ്റ് എന്ന് പേര് പറയുന്ന അവരാണ് ഇന്ന് യുദ്ധം. അവരെയാണ് ജനങ്ങൾ പുറത്താക്കിയത്. എന്താ കാരണം? അവർ ടെററിസ്റ്റുകൾ. ടെററിസം കൊണ്ടിവിടെ, ഭീകരവാദം കൊണ്ടിവിടെ ഒന്നും നേടാൻ കഴിയില്ല. ഒരിക്കലും നാട് നന്നാകൂല. ഇത് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും അല്ലാത്തതും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ വരുമോ എന്ന് പേടി വന്നപ്പോൾ ഏതാണ് ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ എന്ന് വ്യക്തമായി പഠിപ്പിച്ചു തന്ന രണ്ട് ഇമാമുകളുണ്ട്. ഒന്ന് അബുൽ ഹസനുൽ അശ്അരി, ഒന്ന് ഇമാം അബൂ മൻസൂറുൽ മാതുരീദി റളിയല്ലാഹു അൻഹുമാ. ആ രണ്ട് ഇമാമിങ്ങളിൽ അബുൽ ഹസനുൽ അശ്അരി തങ്ങളുടെ സ്മരണയാണ് അശ്അരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ നിലനിർത്താൻ വേണ്ടി പഠിപ്പിക്കുന്നവരാണ്. അതാണ് ഖുർആനിൽ അല്ലാഹു തആല സംരക്ഷിക്കുമെന്ന് പറഞ്ഞത്. ആരെന്ത് കളിച്ചാലും ഈ അഖീദ ഇവിടെ നിലനിൽക്കും. അല്ലാഹു തആല നിലനിർത്തും. അതിന് കുട്ടികള്, വലിയവര്, ചെറിയവര്, സാധാരണക്കാർ എല്ലാവരും ഉത്സാഹിച്ചു കൊള്ളണം. ഞാൻ നിർത്തുന്നു. നിങ്ങൾ നോക്കൂ, മുഹറം 10 ഒരു ചെറിയ കഥ ഞാൻ പറയട്ടെ. മുഹറം 10 ഉണ്ടായ സംഭവം എന്താണ്? മൂസാ നബി അലൈഹിസ്സലാമിനെ പിടിക്കാനും കൊല്ലാനും വേണ്ടി ഫിർഔനും പാർട്ടിയും വന്നു. മൂസാ നബിയും കൂട്ടരും അതാ നൈൽ നദിയുടെ അടുത്തെത്തി. അപ്പൊ ഫിർഔനും പാർട്ടിയും വരുന്നു.
ഉടനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള മുഅ്ജിസത്തിന്റെ വടി, ആ വടി കൊണ്ട് കടലിൽ ഒരൊറ്റ അടി കൊടുത്തു. ആ സമയത്ത് കടല് രണ്ട് ഭാഗത്തേക്കായി നിന്നു. മൂസാ നബിയും കൂട്ടരും ഇങ്ങനെ കടന്നക്കരെ പോയി. ഇത് കണ്ടപ്പോ ഫിർഔന് തോന്നി കടലിന്റെ അക്കരെ നമ്മക്കുമെത്താമെന്ന്. അങ്ങനെ അതാ ഫിർഔനും പാർട്ടിയും ആ കടലിന്റെ നല്ല വഴിയിലൂടെ കടന്ന് മധ്യത്തിലെത്തുമ്പോൾ മൂസാ നബിയും കൂട്ടരും അക്കരെ കടന്നുപോയി. ഉടൻ തന്നെ ബഹർ കടല് ഇങ്ങനെ കൂടിക്കളഞ്ഞു. ഫിർഔനെ തിന്നു കളഞ്ഞു, ഫിർഔനെ കൊന്നു കളഞ്ഞു. വകാന മിനൽ മുഗ്റഖീൻ, അവൻ മുങ്ങിപ്പോയി, അവൻ മുങ്ങി മരണപ്പെട്ടു പോയി. സഹോദരങ്ങളെ, എന്നാൽ ഈ നൈൽ നദിക്ക് പിന്നെ ഒരു വികൃതി എന്താ? മുഹറം 10 വരുമ്പോ ഒരു മനുഷ്യനെ തിന്നണം, അല്ലെങ്കിൽ വെള്ളം താഴോട്ട് പോകില്ല. വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. കെട്ടി നിന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ മറിയാതെ തുടങ്ങുമ്പോൾ ജനങ്ങൾക്ക് പേടിയായി. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നില്ല വലിയ പേടി. അണക്കെട്ട് പൊട്ടിയാൽ എറണാകുളം വരെയുള്ള ജനങ്ങളൊക്കെ മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് അണക്കെട്ടിന്റെ വലിയ എവിടെയും മൂന്നാറില്ല, എവിടെയും മുല്ലപ്പെരിയാറിലെ അണക്കെട്ട് പൊട്ടിയാൽ ഇവിടെ ലക്ഷങ്ങൾ മരിച്ചു പോകുമെന്ന് പേടിച്ചില്ലേ? അതുപോലെ നൈൽ നദിയുടെ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മറഞ്ഞു പോയാൽ ജനങ്ങൾ ഹലാക്കായി പോകും. അതുകൊണ്ട് ഒരു മനുഷ്യനെ പിടിച്ചിട്ട് അങ്ങനെ വിട്ടുകൊടുക്കും. മനുഷ്യനെ വിട്ട് കടലിലേക്ക് ഇട്ടാൽ കടലിലെ വെള്ളം താഴോട്ട് ഒലിക്കും. അങ്ങനെ കൊല്ലങ്ങളോളം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കാലത്ത് ആണ് ഈജിപ്തിലേക്ക് ഇസ്ലാം മതം വ്യാപിച്ചത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ ഒരു ഗവർണർ നിശ്ചയിച്ചു. മുഹറം 9 ആളുകളൊക്കെ വന്നിട്ട് അമീറിനോട് പറഞ്ഞു, ഗവർണറോട് പറഞ്ഞു, നാളെ മുഹറം 10 ഒരു മനുഷ്യനെ കടലിലേക്ക് പിടിച്ച് എറിയണം, അല്ലെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായി പോകും. ഗവർണർ പറഞ്ഞു അത് പാടില്ല. ജീവനുള്ള മനുഷ്യനെ വിളിച്ചിട്ട് വെള്ളത്തിലിട്ട് കൊല്ലുകയോ അതൊരിക്കലും പാടില്ല. ഇവര് പറഞ്ഞു ഒരാളെ കൊല്ലുന്നതിനെ പേടിച്ചാൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു പോകും. തർക്കമായി. അങ്ങനെ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് കത്തെഴുതി അന്വേഷിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നു, ഇസ്ലാം മതത്തിലാണെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനെ വെള്ളത്തിലിട്ട് കൊല്ലാൻ പാടില്ലല്ലോ, ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അവിടുത്തെ ഗവർണർ കത്തെഴുതിയപ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടലാസും പെന്നും എടുത്തിട്ട് കത്തെഴുതുന്നു, മിൻ അമീരിൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് ഇലാ ബഹ്റിൻ നീൽ. നൈൽ നദിയിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് എഴുതുന്ന എഴുത്ത് അമീറിനല്ല എഴുതുന്നത്, ഗവർണർക്കല്ല എഴുതുന്നത്, നൈൽ നദിയിലേക്കാണ് എഴുതുന്നത്. ആ നൈൽ നദിയോട് പറയുന്നു, നൈൽ നദി, നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഒലിക്കുന്നതും നിൽക്കുന്നതുമെങ്കിൽ അത് നമുക്കൊന്ന് കാണാം, നീ എന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എന്നാൽ നിനക്കത് സാധിക്കുകയില്ല. മറിച്ച് നീ ഇവിടെ ഒലിക്കുന്നതും നിൽക്കുന്നതുമെല്ലാം അല്ലാഹുവിന്റെ ഖദർ കൊണ്ടാണ്. അല്ലാഹുവിന്റെ നിയമത്തിനെതിരായി ഇവിടെ ഒന്നും നടക്കുകയില്ല. ഞാൻ ആരാണെന്നറിയോ? വഅന ഖലീഫത്തുല്ലാഹി ഫിൽ അർളി. ഇന്ന് അല്ലാഹുവിന്റെ പ്രതിനിധിയായി
ഭൂമി ലോകത്ത് ഭരണം നടത്തുന്നത് ഞാനാണ് കേട്ടോ. അതുകൊണ്ട് വെള്ളം താഴോട്ട് ഒലിച്ചുകൊള്ളണം. ഒരൊറ്റ കൽപ്പന ഈ കടലാസിൽ എഴുതി കൊണ്ടുപോയി ആ നൈൽ നദിയിലേക്ക് അങ്ങിട്ട് കൊടുത്തപ്പോൾ പിന്നെ മനുഷ്യനെ കിട്ടേണ്ട ആവശ്യമില്ല. നൈൽ നദി പേടിച്ചു പോയി, വെള്ളം താഴോട്ട് ഒലിച്ചുപോയി. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 1400 കൊല്ലം കഴിഞ്ഞില്ലേ, എന്നിട്ട് ഇന്ന് വരെ നൈൽ നദിക്ക് ഈ വേണ്ടാത്തരമുണ്ടായില്ല. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരേ ഒരു എഴുത്ത് കിട്ടിയപ്പോൾ നൈൽ നദി പേടിച്ചു പോയി, നൈൽ നദി ഭയപ്പെട്ടു പോയി, നൈൽ നദിയുടെ വെള്ളം താഴോട്ട് ഒലിച്ചുപോയി. ഇതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്, അല്ലാഹുവിന്റെ ആരിഫീങ്ങള്, മുത്തഖീങ്ങള് കേട്ടോ. നിങ്ങൾ സംശയിച്ചു പോകണ്ട, അല്ലാഹുവിന്റെ ഔലിയാക്കളാണ് ഇവിടെ ഭരിക്കുന്നത്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ മഹാന്മാരായ ഔലിയാക്കളുടെ ഭരണത്തിലാണ് ലോകം നിലനിൽക്കുന്നത് കേട്ടോ. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഈ ലോകത്ത് ഞാൻ എന്റെ പ്രതിനിധിയായി എന്റെ കൽപ്പന പ്രകാരം ഭരണം നടത്താനുള്ള ആളുകളെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞത് ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ആ ഖലീഫയിൽ വെച്ച് ഏറ്റവും വലിയ ഖലീഫ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കേട്ടോ. ആ നബി തങ്ങളാണ് ഏറ്റവും വലിയ ഖലീഫ. അവിടുത്തെ ഖലീഫമാരാണ് ഖുലഫാഉർ റാഷിദുകൾ, അവിടുത്തെ ഖലീഫമാരാണ് മറ്റുള്ള അമ്പിയാക്കൾ, അവിടുത്തെ ഖലീഫമാരാണ് ഔലിയാക്കൾ. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നബി തങ്ങളോട് സമ്മതം ചോദിച്ചുകൊണ്ട് അല്പം വിശ്രമിക്കാൻ പോയിരുന്നു. അസർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരല്പസമയം കഴിഞ്ഞപ്പോ വന്നു, ഉമറേ, അലി, എനിക്കും വല്ലാത്ത ക്ഷീണം, ഞാനൊരല്പം ഒന്ന് കിടക്കട്ടെ നിന്റെ കാലിൽ തലവെച്ചുകൊണ്ട് എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് കാല് നീട്ടി വെച്ചു കൊടുത്ത് ആ കാലിന്റെ മുകളിൽ തലവെച്ചുകൊണ്ട് ശത്രുക്കളാരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി അലി ഇബ്നു അബീ ത്വാലിബ് ഇങ്ങനെ ഇരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഉറങ്ങുന്നു. അസ്ർ നിസ്കാരം ഖളാ ആകാൻ പോവുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് അസ്ർ നിസ്കരിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുണർത്താൻ പാടില്ല. ഖുർആന്റെ കൽപ്പന എങ്ങനെയാണ്? റസൂലുള്ള ഉറങ്ങുമ്പോൾ വിളിച്ചുണർത്താൻ പാടില്ല എന്നാണ് ഖുർആന്റെ കൽപ്പന. ആ കൽപ്പന പ്രകാരം വിളിച്ചു ഉണർത്തിക്കൂടാ. അസ്ർ നിസ്കരിക്കാത്തതിലുള്ള ബേജാറ് വലിയ ബേജാറാണ്. നമ്മളെപ്പോലെ ഒന്നും അല്ല, ഒരൊറ്റ നിസ്കാരം ഒഴിക്കുക എന്നത് വലിയ ബേജാറാണ്. അലി ഇബ്നു അബീ ത്വാലിബ് കരഞ്ഞുപോയി. പടച്ചവനെ, ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ, സൂര്യനതാ അസ്തമിക്കാൻ തുടങ്ങിപ്പോയി. അല്ലാഹുവിന്റെ ഹബീബ് അവിടത്തെ വിളിച്ചുണർത്താൻ പാടുമില്ല. ഞാൻ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് കരഞ്ഞപ്പോൾ തന്റെ കണ്ണിൽ നിന്ന് ഉച്ചി വീണ ഒരു തുള്ളി വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ വീണു. ഉടനെ അവിടുന്ന് ഞെട്ടി ഉണർന്നു. എന്താണ് അലിയെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതാ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. നബിയെ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് സൂര്യൻ പൂർണ്ണമായി അസ്തമിച്ചു പോയാൽ എന്റെ നിസ്കാരം ഖളായി പോകുമല്ലോ. ഇത് പേടിച്ചിട്ട് കരഞ്ഞതാണെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നീ ഭയപ്പെടണ്ട, സൂര്യനോട് ഇങ്ങോട്ട് തന്നെ മടങ്ങി വരാൻ പറയൂ. സൂര്യനോട് ഇങ്ങോട്ട് മടങ്ങി വരാൻ പറയൂ. സൂര്യനെ വിളിച്ചു.
എനിക്ക് അസുഖ നിസ്കരിക്കണം, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരണം. അസ്തമിക്കാനായിട്ടില്ല, ഉടനെ മടങ്ങി വന്നു. നിങ്ങളൊക്കെ ലോകപ്രസിദ്ധമായ സംഭവമല്ലേ ഇത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം സൂര്യൻ ഇങ്ങോട്ട് മടങ്ങി വന്നു. ഉമർ ഇബ്നു ഖത്താബിന്റെ കൽപ്പന പ്രകാരം നൈൽ നദി താഴോട്ട് ഒലിച്ചു. അങ്ങനെ കടലും കരയും സൂര്യനും ചന്ദ്രനും അഖില ലോക ചരാചരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഔലിയാക്കളാണ് ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫൽ മുദബ്ബിറാത്തി അംറാ. ഫൽ മുദബ്ബിറാത്തി അംറാ. ഏത് സൂറത്ത്? നാസിയാത്തി മറക്കാൻ ഒത് നിന്നിട്ട് ഒതുന്ന്. സാബിഹാത്തി സബ്ഹാൻ. അതന്നെ കണ്ടോ? വന്നാസിആതി ഖർഖൻ വന്നാശിഖാതി നശ്താ. അങ്ങനെ അല്ലാഹു സത്യം ചെയ്തു പറയുന്നു ഫൽ മുദബ്ബിറാതി അംറാ. ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള ഔലിയാക്കളെ കൊണ്ട് സത്യം. ഉണ്ടോ? ഔലിയാക്കളെ അല്ലാഹു ഏൽപ്പിച്ചതാണ് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു സിഎം വലിയുല്ലാഹി പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഭയപ്പെടണ്ട, എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ നിയന്ത്രിക്കും എന്ന് പലപ്പോഴും എന്നോട് പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു. സൂര്യനെ നടത്താൻ ഏൽപ്പിച്ചു, കടലിനെ ഒലിപ്പിക്കാൻ ഏൽപ്പിച്ചു, അതിനെ നിർത്താൻ ഏൽപ്പിച്ചു. അങ്ങനെ ആ കടല് നിർത്തിക്കൊണ്ട് ഉമർ ഇബ്നു ഖത്താബിന്റെ വലിയ കറാമത്ത് കാണിച്ച ദിവസമാണ് മുഹറം 10. മൂസാ നബി അലൈഹിസ്സലാമിനെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. അല്ലാഹു തആല ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ സമാധാനിപ്പിച്ച് പറയുന്നു വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഭയപ്പെടണ്ട. ഈ വലിയ വലിയ കൊലകൊമ്പന്മാരെയും ഫിർഔനുകളെയും എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ആ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ രക്ഷപ്പെടുത്തിയതുപോലെ വകദാലിക നുൻജിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നാം വളരെ ഗൗരവമായി ചിന്തിച്ചു അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ പരിശ്രമിക്കുക. നമ്മുടെ വിദ്യാർത്ഥികളെ മതഭൗതിക സാങ്കേതിക വിദ്യ സമുന്നയിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ച് അവളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഞാൻ ആസാമിന്റെ കഥ പറഞ്ഞല്ലോ. ആസാമിലും ബംഗാളിലും ഒറീസയിലും ത്രിപുരയിലും മധ്യപ്രദേശിലും അവിടെയെല്ലാം ഇന്ന് നമ്മുടെ പ്രവർത്തനം നടക്കുന്നു. പ്രത്യേകിച്ച് മർക്കസ് തഖാഫത്തി സുന്നിയയുടെ കീഴിൽ പലരുടെയും സഹായപ്രകാരം നൂറുകണക്കിന് പള്ളികളും മദ്രസകളും ഉണ്ടാക്കി. വെസ്റ്റ് ബംഗാളിൽ മാത്രം 162 പള്ളിയും മദ്രസയും ഉണ്ടാക്കി കൊടുത്തു. 500-ലധികം കിണറുകൾ കുഴിച്ചു കൊടുത്തു ബംഗാളിൽ മാത്രം. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ദാരിദ്ര്യ രാജ്യങ്ങളിൽ, പ്രദേശങ്ങളിൽ നമ്മൾ സഹായങ്ങൾ നമ്മുടെ SYS-ന്റെയും ICF-ന്റെയും മർക്കസിന്റെയും പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതിനെല്ലാം നിങ്ങളുടെ ദുആയും എല്ലാവരുടെ സഹായവും സഹകരണവും വേണം എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഈ മുഹറം 10ന്റെ രാത്രി നമ്മളെല്ലാവരും വളരെയധികം ദുആ ചെയ്യുക. റഹ്മുർ-റഹീമായ റബ്ബ് നമ്മളെ എല്ലാവരെയും നമ്മളെ സ്ഥാപനങ്ങളെയും എല്ലാ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടുത്തി തരട്ടെ. ജാമിഅ അശ്അരിയുടെ കീഴിൽ തന്നെ സ്ത്രീകളെ പഠിപ്പിക്കുന്ന റാബിയ അല്ലെ എന്ന പേരിൽ ഒരു ഗേൾസ് സ്ഥാപനം നടക്കുന്നുണ്ട്. പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു, വളരെ ഭംഗിയായി നടക്കുന്നു. അതുപോലെ നെട്ടൂരിലെ ഖദീജത്തുൽ കുബ്ര എന്ന സ്ഥാപനം ജാമിഅ അശ്അരിയയെ ഏൽപ്പിച്ചു തന്നു. എന്നെ എടുത്തു വന്ന് പറഞ്ഞിട്ട് നമുക്ക് രേഖാമൂലം എഴുതി രജിസ്റ്ററാക്കി തന്നിട്ടുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥാപനവും ഏറ്റെടുത്ത് നടത്തുന്നത്. അങ്ങനെ എല്ലാ നിലക്കും നിങ്ങളെല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. ജാമിഅ അശ്അരിയ അതൊരു വലിയ സ്ഥാപനമായി വളരാൻ നിങ്ങൾ ഉത്സാഹിക്കുക. അതുപോലെ നമ്മുടെ മറ്റൊരുപാട് സ്ഥാപനങ്ങളുണ്ട്. മർക്കസ് തഖാഫത്ത് സുന്നയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം നടക്കുന്ന സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷമായി നമുക്ക് കാണാം. എറണാകുളത്ത് തന്നെ അൽ ഇഹ്സാൻ മറ്റൊരു സ്ഥാപനമുണ്ട്. നമ്മളെ കാതുമൂർച്ചയാർ നടത്തുന്ന മംബഉൽ ഉലൂം എന്ന സ്ഥാപനമുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒന്നുണ്ടായത് കൊണ്ട് മറ്റൊന്നിന് ദോഷം വരൂല. എല്ലാറ്റിനും നമ്മൾ സഹായിക്കണം. ഇപ്പൊ കണ്ടില്ലേ, മംബഉൽ ഉലൂമിന്റെ എല്ലാ ആളുകളും പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ സ്റ്റേജിലിരിക്കുന്നുണ്ട്, നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അങ്ങോട്ട് പോയി സഹകരിക്കണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒത്താശ കാണിച്ച് നമ്മുടെ മുഴുവൻ സംഗതികളെയും വ്യക്തമായി മനസ്സിലാക്കണം. അതുപോലെ മറ്റൊന്ന് പറയാൻ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കാനും നബി തങ്ങളെ ഇടിച്ചു താഴ്ത്താനും ലോകമെമ്പാടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ശത്രുക്കൾ പറയുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാനും നബി തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും നാം എല്ലാവരും ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് നമ്മൾ നടത്താറുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വർഷവും നമ്മുടെ എറണാകുളം ടൗണിൽ വെച്ച് തന്നെ ജനുവരി മാസം 12-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് നടക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിന് സഹകരിക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയാനും അള്ളാഹുവിന്റെ ഹബീബിനെ പ്രശംസിക്കാനും ആര് സഹായിച്ചോ അവർക്ക് ആഖിബത്ത് നന്നായി കിട്ടും, അവർക്ക് ഈമാൻ ഉറച്ചു കിട്ടും. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഹബീബിനെ ആരെങ്കിലും തരം താഴ്ത്തുകയോ അവിടുത്തെ മദ്ഹ് പറയുന്നതിനെയും അവിടുത്തെ ആസാറുകളെ സൂക്ഷിക്കുന്നതിനെയും അവിടുത്തെ മഹബത്ത് വെക്കുന്നതിനെയും തരം താഴ്ത്തുന്ന വിധത്തിൽ ആരെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ തീർച്ചയായും അവന്റെ ഈമാൻ തെറ്റിപ്പോവുകയും അവന്റെ ഖാത്തിമത്ത് ചീത്തയായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ചെറിയ ഒരു കലിമത്ത് പോലും നമ്മിൽ നിന്ന് ആ പരിപാടിക്കോ അതുപോലത്തെ റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പരിപാടിക്കോ എതിരായി ഒരൊറ്റ മുഅ്മിനിൽ നിന്നും വരാൻ പാടില്ലെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള പ്രിയം, ആ പ്രിയം മാത്രമാണ് നമുക്ക് രക്ഷയുടെ മാർഗം കേട്ടോ. ആ ഹബീബിനോടുള്ള